ഓണക്കാലത്ത് വീടുകൾ കയറിയെത്തുന്ന കുമ്മാട്ടികൾ കൗതുകമാണ്. എന്നാൽ പഴമക്കാർ കുമ്മാട്ടിയെ കാണുന്നത് ഭയഭക്തി ബഹുമാനങ്ങളോടെയാണ്. ശിവന്റെ ഭൂതഗണങ്ങളായ കുമ്മാട്ടികൾ വീടുകളിൽ എത്തുന്നത് കാലദോഷം തീർക്കാനാണെന്നാണ് വിശ്വാസം. പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെ സ്തുതിച്ചെത്തുന്ന കുമ്മാട്ടികളെ മലയാളികൾ ആദരവോടെയാണ് കാണുന്നത്. കുമ്മാട്ടിക്കൂട്ടങ്ങൾക്ക് പിന്നിലെ ഐതിഹ്യം ശിവനും അർജുനനുമായി ബന്ധപ്പെട്ടതാണ്. കഥ കേൾക്കാൻ നമുക്കൊക്കെ ഇഷ്ടമാണല്ലോ. ഇതാ വീണ്ടും ഒരു കഥ. പാണ്ഡവരുടെ വനവാസകാലത്ത് യുധിഷ്ഠിരൻ അനുജനായ അർജുനനോട് ശത്രു സംഹാരത്തിനായി വിശിഷ്ടമായ ആയുധങ്ങൾ തപസ് ചെയ്ത് നേടാൻ നിർദ്ദേശിച്ചു. അതനുസരിച്ച് അർജുനൻ ശിവൻ, ദേവേന്ദ്രൻ, യമൻ, വരുണൻ എന്നീ ദേവന്മാരെ കണ്ട് വരം സ്വന്തമാക്കി. ഇതിൽ ശിവനെ പ്രത്യക്ഷപ്പെടുത്താൻ കഠിനമായ തപസ് തന്നെ വേണ്ടിവന്നു. ശിവന്റെ കയ്യിലുള്ള പാശുപതാസ്ത്രമായിരുന്നു അർജുനന് വരമായി വേണ്ടത്. എന്നാൽ ഈ വരം നൽകുന്നതിന് മുമ്പ് അർജുനന്റെ സാമർഥ്യം പരീക്ഷിക്കാൻ ശിവൻ നിശ്ചയിച്ചു. അതിനുശേഷം മാത്രമേ അസ്ത്രം താൻ നൽകൂ എന്ന് തീരുമാനിച്ചു. എന്നിട്ടോ ശിവൻ ഒരു കാട്ടാള രൂപം ധരിച്ച് അർജുനന്റെ മുമ്പിലെത്തി. പാർവതി കാട്ടാളത്തിയുമായി. മായാവിദ്യയിലൂടെ ഒരു കാട്ടുപന്നിയെ അർജുനന്റെ മുമ്പിലൂടെ ഓടിച്ചു. തപസ് ചെയ്തുകൊണ്ടിരുന്ന അർജുനൻ പെട്ടെന്ന് കണ്ണു തുറന്ന് വില്ലുകുലച്ച് പന്നിക്ക് പിന്നാലെ ഓടി. കിരാതരൂപിയായ ശിവൻ മറ്റൊരു വഴിയിലൂടെ പന്നിയെ പിന്തുടർന്നു. ഒരിടത്ത് വച്ച് ഇരുവരും വില്ലുകുലച്ചു. രണ്ടമ്പുകളും ഒരേ സമയം പന്നിയുടെ ദേഹത്ത് പതിച്ചു. അങ്ങനെ പന്നി ചത്തുവീണു. താനയച്ച അമ്പാണ് ആദ്യം പന്നിക്ക് മേൽ കൊണ്ടതെന്ന് പറഞ്ഞ് അർജുനൻ ഇത് തന്റെ പന്നിയാണെന്ന് അവകാശവാദം ഉന്നയിച്ചു. അതല്ല, തന്റെ അമ്പുകൊണ്ടാണ് പന്നി ചത്തതെന്ന് കിരാതനും പറഞ്ഞു. തർക്കം മുറുകിയപ്പോൾ തങ്ങളിൽ ആരാണ് കേമനെന്ന് യുദ്ധത്തിലൂടെ തീരുമാനിക്കാമെന്ന് കരുതി. ശിവനും അർജുനനും തമ്മിൽ അങ്ങനെ പൊരിഞ്ഞ യുദ്ധം നടന്നു. ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ച് തങ്ങളുടെ കഴിവുകൾ കാട്ടി. ഏറെ നേരം നീണ്ട യുദ്ധത്തിനൊടുവിൽ അർജുനൻ നിരായുധനായി. കേവലം ഒരു കാട്ടാളനോട് അടിയറവ് പറയേണ്ടി വന്നതിൽ അർജുനന് ലജ്ജ തോന്നി. പെട്ടെന്ന് ശിവൻ കിരാതരൂപം വെടിഞ്ഞ് സ്വന്തം രൂപത്തെ കൈക്കൊണ്ട് അർജുനനെ അനുഗ്രഹിച്ചു. അതോടൊപ്പം ദിവ്യശക്തിയുള്ള പാശുപതാസ്ത്രവും സമ്മാനിച്ചു. അപ്പോഴേക്കും ശിവന്റെ അസംഖ്യം ഭൂതഗണങ്ങൾ അവിടെ എത്തി. അവർ ശിവനെയും പാർവതിയെയും സന്തോഷിപ്പിക്കാൻ അമ്പും വില്ലും കൊട്ടി നൃത്തം ചെയ്തു. വളരെ കാലങ്ങൾക്ക് ശേഷം ശിവൻ പാർവതീ സമേതനായി തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ കുടികൊണ്ടു. ഭൂതഗണങ്ങളുടെ പഴയ നൃത്തവും പാട്ടും ഒരിക്കൽ കൂടി കേൾക്കണമെന്നൊരിക്കൽ പാർവതിക്ക് മോഹമുണ്ടായി. ആ നിമിഷം ഭൂതഗണങ്ങളെ വരുത്തി നൃത്തം ചെയ്യാൻ ആവശ്യപ്പെട്ടു. താളാത്മകമായ പാട്ടും നൃത്തവും ഭഗവതിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. നൃത്തം തീർന്നതും പാർവതി ഭൂതഗണങ്ങൾക്ക് പട്ടും വളയും സമ്മാനിച്ചു. തുടർന്ന് ശിവൻ ഭൂതഗണങ്ങളോട് പറഞ്ഞു, ഏറെ ഹൃദ്യമായ നിങ്ങളുടെ ആട്ടവും പാട്ടവും ചെയ്ത് നിങ്ങൾ ജനങ്ങളെ സന്തോഷിപ്പിക്കണം. ഒരു കാലത്തും മറക്കാതെ അവർ ഈ കലയെ സംരക്ഷിക്കും. ഓണക്കാലത്ത് എന്റെ പ്രിയ ഭക്തനായ മഹാബലി കേരളീയരെ കാണാനായി ഇവിടെ എത്തും. അപ്പോൾ നിങ്ങൾ ഭക്തരുടെ വീടുകൾ സന്ദർശിച്ച് പാട്ടും നൃത്തവും കൊണ്ട് അവരെ ആനന്ദിപ്പിക്കണം. അങ്ങനെയാണ് കുമ്മാട്ടിക്കളിക്ക് തൃശ്ശൂരിൽ ഏറെ പ്രചാരം ലഭിച്ചത്. പർപ്പടകപ്പുല്ല് ദേഹത്ത് ചുറ്റി മുഖംമൂടി ധരിച്ചാണ് കുമ്മാട്ടികൾ എത്തുന്നത്. ഇത് കഥയെങ്കിൽ ഇനി ഒരല്പം ചരിത്രം കൂടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. നവോത്ഥാന കേരളത്തിന്റെ ചരിത്രം വിപ്ലവകരമായ മാറ്റങ്ങളുടെ കാലമായിരുന്നു. അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും പണ്ഡിറ്റ് കറുപ്പനും സഹോദരൻ അയ്യപ്പനും പൊയ്കയിൽ അപ്പച്ചനും കൃഷ്ണപിള്ളയും കുമാരനാശാനും ഡോക്ടർ പൽപ്പുവും അടങ്ങുന്ന എണ്ണിയാൽ തീരാത്ത മനുഷ്യസ്നേഹികളുടെ ഇടപെടലുകളിലൂടെ സമത്വ സങ്കല്പങ്ങളുടെ വിത്തുകൾ നമ്മുടെ ഇടയിൽ മുളപൊട്ടി വിരിഞ്ഞു. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചാരത്തിലാകുവാൻ ഇടയായ കാര്യവും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഈ ഓണക്കാലത്ത് നമ്മുടെ ഓർമ്മയിലേക്ക് ഇതെല്ലാം വെളിച്ചമായി കടന്നു വരുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളം ഭരിച്ചിരുന്ന മഹാബലിയുടെ ഓർമ്മകൾ വേലിയേറ്റം പോലെ നമ്മുടെ മനസ്സിലേക്ക് ഓളം തല്ലിയെത്തുക സ്വാഭാവികമാണ്. അടിമച്ചന്തകളിൽ പുഴുക്കളെപ്പോലെ ജീവിച്ചിരുന്ന മനുഷ്യർക്ക്
കൂട്ടായ്മയിലൂടെ 3 ലോകവും വരുതിയിലാക്കാൻ 1000 അശ്വമേധയാഗങ്ങളുടെ പിൻബലം വേണ്ടെന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞു. എങ്കിലും ഓണമുണ്ണാനും ഒരുമിച്ച് കൂടാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന മഹാബലി നാടെന്ന സങ്കല്പം മനസ്സിൽ നിന്നും മറച്ചു പിടിക്കാതിരിക്കുക. 3 അടി മണ്ണിന്റെ ചതിക്കുഴിയിൽ നിന്നും മാനവരാശിയെ സുവർണ ജീവിത സ്വപ്നങ്ങൾ കാണാൻ പ്രേരണ നൽകിയ അസുരരാജാവായ മഹാബലിയെ ഓർത്തുകൊണ്ടേയിരിക്കുക.